ADGP MR അജിത്കുമാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. സ്വപ്ന സുരേഷിന് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞു കൊടുത്തത് MR അജിത്കുമാർ എന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന്റെ നിർണായക വെളിപ്പെടുത്തൽ. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ ശിവശങ്കറിലൂടെ നിർദ്ദേശങ്ങൾ നൽകിയത് അജിത് കുമാറാണ്. എന്ത് പ്രശ്നം നേരിട്ടാലും അജിത്ത് സഹായിക്കുമെന്ന് ശിവശങ്കർ ഉറപ്പ് നൽകിയിരുന്നു. ഇഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കുടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തലുണ്ട്. ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞിട്ട് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ് ഈ MR അജിത് കുമാർ സാർ. ആ സമയത്ത് ADGP ആയിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റ് ആയ സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ, ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിനെ കൊണ്ട് ഞാൻ എല്ലാ സൗകര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നായിരുന്നു M ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നത്? അതെ. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ നിന്ന് പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിന്റെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത്, സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി, അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം. നിങ്ങൾ ഈ പോകുന്ന വഴി, നിങ്ങളല്ല, സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിലെ റിസോർട്ട് വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളൂ. നിങ്ങളൊരു വക്കീലുണ്ട്, ആ സമയത്തിന് വക്കീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കിക്കിട്ടുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബൽ അല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം ഇവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ മനസ്സിലായി. അതെ, അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കേണ്ട കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീൽ കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ, പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപിട്ട് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ എന്നാണ് പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റു ഉദ്യോഗസ്ഥനും ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തലുണ്ട്. അതിന് പിന്നിൽ, ആ ഭീഷണിക്ക് പിന്നിൽ ആരാണ്? അതിന് പിന്നിലും ADGP MR അജിത് കുമാറാണോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം ശിവശങ്കറിന് നിർദ്ദേശങ്ങൾ നൽകിയത് ADGP അജിത് കുമാർ എന്ന് സന്ദീപ് പറഞ്ഞതായി സ്വപ്ന സുരേഷും. എന്നാൽ അന്ന് അത് പുറത്തു പറയാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല എന്നും സ്വപ്ന പറയുന്നു. സന്ദീപിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ M ശിവശങ്കർ സാറിൻ്റെതായിരുന്നു. അത് M ശിവശങ്കർ സാറിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ഈ പറയുന്ന ADGP വിജിലൻസ് ഡെൻ മിസ്റ്റർ MR അജിത് കുമാർ എന്ന് സന്ദീപ് ജയശങ്കറിനോട് പറയുന്നതും എന്നോട് ഇടയ്ക്ക് പറയുന്നതുമായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷെ I wasn't very sure or I didn't know this gentleman personally, so I never wanted to bring his name. All I know or trusted was ശിവശങ്കർ sir. അപ്പൊ ഇപ്പം മിസ്റ്റർ MR അജിത് കുമാറിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോ
നമ്മൾ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്തോ ദിസ് വാസ് ദ ജെന്റിൽമാൻ ഹു വാസ് ഹെൽപ്പിംഗ് ശിവശങ്കർ സർ. ബിക്കോസ് ഫോർ അസ് എം.ആർ. അജിത് കുമാർ കിഡ്നാപ്പിംഗ് കേസിൽ തന്നെ സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് HRDS ജോലി നഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്റെ പേരിൽ കേസും ഉണ്ടായി. അപ്പൊ പിന്നെ ഇത്രയും പവർഫുള്ളായ ഒരു എം.ആർ. അജിത് കുമാർ, അതും പേഴ്സണലി നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തിനാണ് ഇൻവൈറ്റ് അൺവാണ്ടഡ് ട്രബിൾ? ബിക്കോസ് പുള്ളിക്കാരൻ പോലീസിലാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇന്നലെ ദല്ലാൾ ഷാജ് കിരണാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ADGP എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തൽ ന്യൂസ് 18ലൂടെ ഡാനോട് തുറന്നു പറയുന്നത്. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണം, ഡാൻ നടത്തിയ അന്വേഷണം എം.ആർ. അജിത് കുമാർ ഏതൊക്കെ രീതിയിൽ, അതായത് ഒരു രാജ്യദ്രോഹ കുറ്റം, ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് നാടുവിടാൻ, സംസ്ഥാനം വിടാൻ വഴിയൊരുക്കിയത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. ഏത് രീതിയിൽ ഇദ്ദേഹം ഇടപെട്ടു എന്ന് ഒന്നറിയണം. രണ്ട്, ആർക്കു വേണ്ടിയാണ് എം.ആർ. അജിത് കുമാർ ഈ വഴിവിട്ട ഇടപെടലുകൾ, ഈ പ്രതികൾക്ക് സംസ്ഥാനം വിടാനുള്ള സാഹചര്യം ഒരുക്കിയത്? നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ അന്വേഷണം നീങ്ങിയതാണ്, ആക്ഷേപമുയർന്നതാണ്. അങ്ങനെയെങ്കിൽ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സ്വപ്ന സുരേഷിനെ നാടുവിടാൻ ADGP സഹായിച്ചത്? ഡാൻ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് നമ്മളുടെ ചാനലിലൂടെ. അതായത് ഈ കേസിന്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് എത്തി നിന്നത് എവിടെയാണെന്നും അറിയാം. അതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചും നമുക്കെല്ലാവർക്കും വ്യക്തമായ ധാരണയുള്ളതാണ്. അതായത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കറുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സമയത്ത് ഇതിലെ എല്ലാ അന്വേഷണവും കേന്ദ്രീകരിച്ചിരുന്നത്. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണം കടത്തിയത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായി നേരത്തെ തന്നെ അവർ രംഗത്തെത്തിയതായിരുന്നു. അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അടക്കം കേന്ദ്രീകരിച്ചിരുന്നത് ശിവശങ്കറിലായിരുന്നു. അദ്ദേഹം അതിന്റെ തടവ് ശിക്ഷ അനുഭവിച്ച ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പുരോഗമിക്കുകയുമാണ്. അതിനിടയിലാണ് നിർണായകമായ വെളിപ്പെടുത്തലുമായി ഷാജ് കിരൺ ഇന്നലെ രംഗത്തെത്തുന്നത്. അതായത് എം.ആർ. അജിത് കുമാറും ഷാജ് കിരണും തമ്മിൽ ഉണ്ടായിരുന്നത് വളരെ അടുത്ത സൗഹൃദമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ അതിന്റെ തെളിവായി ഇന്നലെ പുറത്തുവിട്ടത്. അവിടെ കൃത്യമായി വിജിലൻസ് തലപ്പത്തിരുന്ന എം.ആർ. അജിത് കുമാർ എന്തിന് ഇത്തരമൊരു കേസിൽ കൂടുതൽ താൽപര്യം കാണിച്ചു, എന്തുകൊണ്ടാണ് പോലീസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് സരിത് PS എന്ന UAE കോൺസുലേറ്റിന്റെ മുൻ PROയെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് അനധികൃതമായി പിടിച്ചുകൊണ്ടുപോകാൻ എം.ആർ. അജിത് കുമാർ വിജിലൻസ് പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകിയതിന് കാരണം എന്തായിരുന്നു? സ്വപ്ന സുരേഷ് രഹസ്യമൊഴിയിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള എന്ത് ക്യൂരിയോസിറ്റിയാണ് ഈ കേസിൽ എം.ആർ. അജിത് കുമാർ ഉണ്ടായിരുന്നത്? ഇതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് സരിത് PS തന്നെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത്. അതായത് അന്നേ ദിവസം സരിത്തിനെ കസ്റ്റംസ് സംഘം ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ, നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്ന കേസിൽ കസ്റ്റഡിയിലെടുക്കുന്നു. തൊട്ട് പിന്നാലെ അപകടം നടക്കുന്ന M. ശിവശങ്കർ ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് തിരുവനന്തപുരം വിടാനുള്ള കൃത്യമായ നിർദ്ദേശം നൽകുകയാണ്. ആ നിർദ്ദേശം നൽകുന്നതിന് മുമ്പ് സ്വപ്നയുടെ പദ്ധതി കസ്റ്റംസിന് മുമ്പിലെത്തി ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുക എന്നതായിരുന്നു എന്നാണ് സ്വപ്ന ഇന്ന് നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് അതല്ല. അവിടെ കൃത്യമായി M. ശിവശങ്കറിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നു ഇവിടെ നിന്ന് തങ്ങൾ പറയുന്ന ഡയറക്ഷനിലേക്ക് പോകാൻ. അങ്ങനെ വർക്കല ലക്ഷ്യമാക്കി പോകുന്നു. വർക്കലയിലെ ഒരു റിസോർട്ടിൽ 3 പേരും, സ്വപ്നയും സന്ദീപ് നായരും അവരുടെ അഡ്വക്കേറ്റും മുറിയെടുക്കുന്നു. അല്പസമയത്തിനകം ആ വക്കീലിനെ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം സന്ദീപ് നായരും സ്വപ്നയും കുടുംബസമേതം വാഹനത്തിൽ ബംഗളൂരുവിലേക്ക് പോകുന്നു. അവിടെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സമയത്ത്, ഈ കേസ് വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന സമയത്ത്, അതിനിടയിൽ എങ്ങനെ എം.ആർ. അജിത് കുമാറിന്റെ ആ നിർദ്ദേശപ്രകാരം അല്ല എങ്കിൽ പിന്നെ എങ്ങനെ പോലീസിന് കൃത്യമായി സ്വപ്ന സുരേഷ് അവരുടെ തന്നെ വാഹനത്തിൽ ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് കേരളത്തിലെ വിവിധ ജില്ലകൾ പിന്നിട്ട് കടന്നു വരുമ്പോൾ ഒരു സ്ഥലത്തും ഒരു പരിശോധനകളുമില്ലാതെ ഈ വാഹനത്തിന് മാത്രം എങ്ങനെ ബംഗളൂരു വരെ കടന്നു ചെല്ലാനെത്തി?
അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ അസ്വാഭാവികത ഉണർത്തുന്ന കാര്യം. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹതയും. ഇങ്ങനെ അവർക്ക് ഈ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നിൽ ഉന്നത ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ 2 വർഷങ്ങൾക്കിപ്പുറം സരിത്തിന്റെയും സ്വപ്നയുടെയും ഭാഗത്തു നിന്ന് ഇന്നുണ്ടാകുന്നത്. എം ശിവശങ്കറും ക്രമസമാധാന ചുമതലയുള്ള നിലവിലെ ADGP MR അജിത് കുമാറും തമ്മിൽ വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അജിത്ത് നോക്കിക്കൊള്ളുമെന്ന് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശിവശങ്കർ സ്വപ്നയോടും അതോടൊപ്പം തന്നെ സന്ദീപ് നായരോടും സരിത്തിനോടും പറഞ്ഞിരുന്നുവെന്നാണ് സരിത്തും സ്വപ്നയും ഇന്ന് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശിവശങ്കറിന് അപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ഇവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ബംഗളൂരുവിലേക്ക് എത്തിക്കുന്നതിൽ MR അജിത് കുമാറിന്റെ താല്പര്യം എന്തായിരുന്നു എന്ന സുപ്രധാനമായ ചോദ്യമുയരുന്നു. അവിടെയാണ് ഇപ്പോൾ PV അൻവർ തൊടുത്തുവിട്ടിരിക്കുന്ന അസ്ത്രങ്ങളുടെ മുന ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത്. അതായത് MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ തീർച്ചയായും വ്യക്തമാക്കി. അത് തന്നെയാണ് കാരണം. MR അജിത് കുമാറിനെതിരെ ഒരാരോപണമല്ല PV അൻവർ ഉന്നയിച്ചത്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തലടക്കം സോളാർ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പല ഈ കോഴിക്കോട്ടെ മലപ്പുറത്തെ ഒരു യുവാവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, അങ്ങനെ പല കേസുകളിലും MR അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് PV അൻവർ പറഞ്ഞപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ PV അൻവർ ആരോടും തുറന്നു പറഞ്ഞില്ല. സ്വാഭാവികമായും അൻവർ അത് മറച്ചു വെച്ചതായിരിക്കുമോ എന്നൊരു സംശയം. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുന്ന ഒരു ആരോപണമാണ്. അതുകൊണ്ട് തന്നെ അത് ബോധപൂർവം അൻവർ അത് മറച്ചു വെച്ചതാണോ എന്നൊരു കാര്യം സംശയമുണ്ട്. അതോടൊപ്പം അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കാരണമായിരിക്കുമോ? കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പ്രതിക്കൂട്ടിലാകുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ന്യൂസ് 18 അല്പസമയം മുമ്പ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടലോടെ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതുകൊണ്ടായിരിക്കുമോ മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഒരു മരമുറി കേസുമായി ബന്ധപ്പെട്ട് SP ഓഫീസിൽ ഒരു മരമുറി കേസ് എന്ന ഇത്, അതായത് ഇത്രയും ഈ MR അജിത് കുമാറിനെതിരായ ഗുരുതരമായ ആരോപണത്തിന് അത്രയും വരുന്ന ആരോപണമല്ല സുജിത് ദാസിനെതിരെ ഉള്ളത്. അദ്ദേഹത്തെ സംരക്ഷിക്കാതെ സസ്പെൻഡ് ചെയ്തപ്പോൾ പക്ഷേ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അജിത് കുമാറിനെ ഭയപ്പെടുന്നുണ്ടോ? അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചാൽ ഇതൊക്കെ പുറത്തു വരുമെന്ന ഭയം മുഖ്യമന്ത്രിക്കുണ്ടോ? തിടുക്കത്തിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ കടക്കാതിരിക്കുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വിവാദ ഇടനിലക്കാരനായി അന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഷാജ് കിരൺ മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ഷാജ് കിരണുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ സംസാരങ്ങളിലേക്ക് MR അജിത് കുമാർ കടന്നത് എന്തിന് എന്ന വലിയ വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റി നിർത്താൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരാകുന്നത്. അങ്ങനെ മാറ്റി നിർത്തുന്ന MR അജിത് കുമാർ ചെറിയൊരു ചുരുങ്ങിയ കാലയളവിന് ശേഷം, ഇടവേളയ്ക്ക് ശേഷം ഈ അച്ചടക്ക നടപടിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ADGP പിന്നീട് അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും നിർണായകമായ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്ക് ADGP പദവിയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, അദ്ദേഹം ആ സ്ഥാനത്തെത്തിയതിനു ശേഷം 2 പോലീസ് മേധാവിമാരാണ് ഇപ്പോൾ ആ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന തലപ്പത്ത്. അതായത് അനിൽ കാന്ത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തും പോലീസ് സേനയുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചിരുന്നത് MR അജിത് കുമാർ ആയിരുന്നു. അതേ MR അജിത് കുമാർ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർബേ സാഹിബ് തിരികെ വന്നതിന് ശേഷവും സമാനമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടന്ന വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ അടക്കം കൃത്യമായി പ്രധാനമന്ത്രിയോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പോലും MR അജിത് കുമാറാണ്. സ്വാഭാവികമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ റോൾ എന്താണ്, അദ്ദേഹം ഉണ്ടോ ഇവിടെ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ നടത്തുന്ന തരത്തിലേക്ക് കൃത്യമായ ഒരു പവർ പിവറ്റ് പോയിന്റായി, അധികാര സ്ഥിരാകേന്ദ്രമായി MR അജിത് കുമാർ മാറുകയായിരുന്നു.
അങ്ങനെ മാറിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കൈവശം ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന എന്തോ ചില വിവരങ്ങൾ ഉണ്ട് എന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം, അത് ബലപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരാനിരിക്കുന്ന ഒരു മാസത്തെ സാവകാശം തേടി സർക്കാർ തുടക്കത്തിൽ ഒരു നടപടി അജിത് കുമാറിനെതിരെ വേണ്ട എന്നൊരു നിലപാടിൽ നിൽക്കുന്നതിന് കാരണം ഒരു പക്ഷേ അതായിരിക്കാം. കാരണം അങ്ങനെ ഒരു നടപടി അജിത് കുമാറിനെതിരെ എടുത്താൽ അദ്ദേഹത്തിന്റെ കൈവശം അത്തരത്തിലുള്ള എന്തെങ്കിലും സർക്കാരിനെ അപകടത്തിലാക്കുന്ന, ആഭ്യന്തര വകുപ്പിനെ അപകടത്തിലാക്കുന്ന വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാരിനെതിരെ തിരിഞ്ഞുകുത്തിയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായി ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി ഓഫീസിനും ബോധ്യമുണ്ടാകാം. അതുകൊണ്ട് മാത്രമായിരിക്കാം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ സമീപകാലത്തൊന്നും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെതിരെ വിവിധ കോണുകളിൽ നിന്ന് ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. കേൾക്കാൻ, വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. എന്നിട്ടും എങ്ങനെ അദ്ദേഹം മാറ്റി നിർത്തുന്നു എന്നതല്ല, അതിനപ്പുറത്തേക്ക് ആ നിർണായക പദവിയിൽ തന്നെ അദ്ദേഹത്തിന് എങ്ങനെ തുടരാൻ കഴിയുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉയരുന്നത് അവിടെയാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തലുമായി സരിത് PS-ഉം സ്വപ്ന സുരേഷും വീണ്ടും രംഗത്തെത്തുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് സരിത് ഇന്ന് നമ്മളോട് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി കടന്നു വരുമോ എന്നത് കാത്തിരുന്ന് കാണണം. അതോടൊപ്പമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും സരിത്ത് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിന് ഈ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പരോക്ഷമായോ പ്രത്യക്ഷമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമോ എന്ന കാര്യത്തിലും കൃത്യമായ വിവരങ്ങൾ ഇനി കണ്ടെത്തേണ്ടിയിരുന്നു. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തിനു വേണ്ടിയാണ് ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്, ഇപ്പോഴും അന്വേഷണ വിധേയമായി പോലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എന്ന പല രീതിയിലുള്ള സംശയങ്ങൾ പൊതുസമൂഹത്തിന് ഉയരുന്നുണ്ട്. ഒരുപക്ഷേ ഇതുപോലുള്ള പല കാര്യങ്ങളും MR അജിത് കുമാർ തുറന്നു പറയുമോ എന്ന ഭയമായിരിക്കാം. എന്തായാലും കൂടുതൽ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ വരുന്നത്. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയും വിവാദമാകുന്നുണ്ട്.